നമസ്കാരം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു കോമഡി അത് നമ്മുടെ സ്വന്തം തമ്പ്രാനായ ചെമ്പ് ഗോപി അണ്ണൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ദേ ഒന്ന് കണ്ടേ. തൃശൂരിൽ ജയം പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത ദിവസം ശ്രീ നരേന്ദ്രമോദി സംവിധാനം ചെയ്യുന്ന വികസനത്തിന്റെ സ്വരൂപം തൃശൂരിൽ പതിവ് ചെയ്യാൻ തുടക്കം കുറിക്കപ്പെടും. നേരിട്ടായിരിക്കും അദ്ദേഹം ശക്തൻ മാർക്കറ്റിനെ സംബന്ധിച്ചായാലും സ്വരാജ് ഗ്രൗണ്ടിനെ സംബന്ധിച്ചായാലും ശക്തൻ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചായാലും തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം ആരും മറക്കണ്ട. എയർപോർട്ടിന് സമാനമായ ഒരു ഇനി അതൊരു 2 ലൈനൂടെ കൂട്ടാനുള്ള സൌകര്യം വന്നു കഴിഞ്ഞാൽ ഇനിയും അതിൽ കുറച്ച് കറക്ഷൻ വന്ന് കുറച്ചുകൂടി വികസിതമായ ഒരു റെയിൽവേ സ്റ്റേഷന് നമുക്ക് സാധ്യതയുണ്ട്. അത് മാർച്ച് മാസത്തോടുകൂടി തുടങ്ങും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏപ്രിലിലെങ്കിലും വിഷുവിന് അതിന്റെ പണികൾ തുടങ്ങും. ഇപ്പോൾ അതിന്റെ ഫൈനൽ സർവേയിൽ മാർക്കിംഗ് നടക്കുകയാണ്. കുറ്റിയടിച്ച് വാനം തോണ്ടി അതിന്റെ പില്ലറുകൾ വന്നു കഴിഞ്ഞു. ബേസ് വർക്ക് തുടങ്ങും ഏപ്രിലിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 30 മാസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ നരേന്ദ്രമോദി തന്നെ നേരിട്ട് വരണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. തൃശൂർക്കാർ അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ചിന്തിക്കാൻ പറ്റാത്ത ഒരു വിജയരേഖ തൃശൂർക്കാർ കുറിച്ചിട്ടുണ്ടെങ്കിൽ ഈ വികസനത്തിന്റെ തുടക്കം കുറിക്കുന്നതും അദ്ദേഹത്തിന്റെ കൈകൊണ്ടാവണം. അതിന് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അതൊക്കെ നടക്കട്ടെ. അപ്പോ കോർപ്പറേഷൻ BJP NDA സഖ്യം ഭരിക്കണം എന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷയും നിങ്ങളുടെ നിശ്ചയവുമായി മാറണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് സ്നേഹം. നന്ദി, നമസ്കാരം. തൃശൂരിൽ ജയിച്ചു കഴിഞ്ഞാൽ തൃശൂരിനെ ന്യൂയോർക്ക് പോലെ ആക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. തൃശൂരില്ലാത്ത വികസനങ്ങൾ ഇനി കൊണ്ടുവരും എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഏറ്റവും അവസാനം മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്തത്ര ദൂരത്തേക്ക് മാഞ്ഞുപോയ ഒരു വ്യക്തി. ആ വ്യക്തിയാണ് ഇത്രയും ജനങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ BJPയുടെ നേതാക്കന്മാരെ വിജയിപ്പിക്കൂ, നരേന്ദ്രമോദിയെ ഇവിടെ കൊണ്ടുവരും, നരേന്ദ്രമോദിയെ ഇവിടെ കൊണ്ടുവന്ന് വികസനങ്ങൾ കൊണ്ടുവരും, ഈ വികസനങ്ങളെല്ലാം നരേന്ദ്രമോദിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കും എന്നൊക്കെ പൊങ്ങച്ചവും പൊള്ളത്തരവും പറഞ്ഞ് ആ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുരേഷ് ഗോപിയുടെ ചുറ്റും നിൽക്കുന്നത് സ്ത്രീകൾ മാത്രമാണ്. ഒരു പുരുഷന്മാരെ പോലും അടുപ്പിക്കാൻ നമ്മുടെ തമ്പ്രാൻ സമ്മതിക്കില്ല. ഇനി അഥവാ ജാതിയിൽ കുറഞ്ഞൊരു വ്യക്തി അടുത്തു വന്നാലോ, നിറത്തിൽ സ്വല്പം മങ്ങിയ ഒരു വ്യക്തി അടുത്തു വന്നാലോ തമ്പ്രാന്റെ സ്വഭാവം മാറും. തനിക്കൊണം വിശ്വരൂപം പുറത്തു വരും. കാര്യം അത്രത്തോളം മനസ്സിനകത്ത് ജാതി വർഗീയത കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സുരേഷ് ഗോപി എന്നുള്ള കാര്യം ഈ നാട്ടിലുള്ള എല്ലാവർക്കും 100% ഉറപ്പുള്ള കാര്യമാണ്. ഇലക്ഷന് മുമ്പ്, ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുവാൻ വേണ്ടി കാണിച്ച കോപ്രായങ്ങളല്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചതിന് ശേഷം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എന്ന് നമ്മുടെ മുന്നിൽ പല ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇപ്പോ ഈ കണ്ട ദൃശ്യങ്ങളിൽ പോലും നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് തൃശ്ശൂരിലെ വികസനങ്ങൾ സാധ്യമാക്കും അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടനങ്ങൾ നടത്തുമെന്ന് പറയുന്ന സുരേഷ് ഗോപിക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം വിജയിച്ചു പോയിട്ട് തൃശ്ശൂരിന് വേണ്ടി, കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുവാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടുണ്ടോ? എന്തിനേറെ പറയുന്നു, അങ്ങ് തലയ്ക്കൽ നിൽക്കുന്ന ഭാരതത്തിന്റെ ഭരണകൂടത്തിന്റെ അടുത്ത് പോയി കേരളത്തിന് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാക്കണം എന്ന് പറയാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. എന്തിനേറെ പറയുന്നു, വയനാട് ദുരന്തമുണ്ടായി, കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ധനസഹായത്തിന് വേണ്ടി ഒരു വാക്ക് ഉരിയാടുവാൻ സുരേഷ് ഗോപി തയ്യാറായോ? ഇല്ല. അപ്പോ ഈ കാട്ടുന്നതെല്ലാം പൊള്ളത്തരമാണ്. ഈ കാണിക്കുന്നത് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ തനിക്ക് തന്റെ കീശ നിറയ്ക്കുവാൻ വേണ്ടി, വീർപ്പിക്കുവാൻ വേണ്ടി കാട്ടുന്ന പ്രഹസനം മാത്രമാണെന്ന് കൃത്യമായി തെളിയിച്ച ഒരു നേതാവ് കൂടിയാണ് ഈ പറയുന്ന സുരേഷ് ഗോപി. എന്തായാലും ദൈവങ്ങളെ പോലും ചെമ്പ് കൊടുത്ത് പറ്റിക്കുവാൻ പോലും മടിയില്ലാത്ത ചെമ്പ് ഗോപിയുടെ ഈ വാക്കുകൾക്ക് ഇന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ, മലയാളികൾ നൽകുന്നത് പുല്ല് വിലയാണെന്ന് അറിഞ്ഞു വെച്ചാൽ നല്ലത്.